അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹക്കീം ഇബ്നു ഹിസാം നേരെ അബൂജഹലിൻ്റെ അടുക്കൽ ചെന്നുകൊണ്ട് പറഞ്ഞു, എന്നെ ഉത്ബ പറഞ്ഞയച്ചതാണ്. ഈ യുദ്ധത്തിൻ്റെ കാര്യത്തിൽ ഒരു പുനഃപരിശോധന വേണമെന്നാണ് ഉത്ബയുടെ അഭിപ്രായം. കാരണം രണ്ട് ചേരികളിൽ ഒരു ചേരിയിൽ നിൽക്കുന്നത് നമ്മുടെ സ്വന്തങ്ങളാണ്, നമ്മുടെ ബന്ധങ്ങളാണ്. നാം കൊല്ലുകയാണെങ്കിൽ തന്നെ നമ്മുടെ മക്കളെയോ നമ്മുടെ സഹോദരങ്ങളെയോ ആയിരിക്കും നാം വധിക്കുക. അതുകൊണ്ട് ഈ യുദ്ധത്തിൽ നമുക്കൊന്നും നേടാനില്ല. ഈ യുദ്ധത്തിൽ ആര് വിജയിച്ചാലും അതിൻ്റെ അനന്തരഫലം വിവരണാതീതമായിരിക്കും. അത് കേട്ടതോടെ അബൂജഹലിൻ്റെ മട്ട് മാറി. ഉത്ബ ശത്രുവിനെ കണ്ടപ്പോൾ ഭീരുവായി മാറിയിരിക്കുകയാണ്. ഉത്ബ പേടിച്ചിരിക്കുകയാണ്. ഉത്ബയെ മുഹമ്മദിൻ്റെ സിഹർ ബാധിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് ആക്ഷേപങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ചൊരിഞ്ഞു അബൂജഹൽ. മാത്രമല്ല, അബൂജഹൽ ഒരു കാര്യം കൂടി പറഞ്ഞു. ഉത്ബയുടെ പേടി എന്താണ് എന്ന് എനിക്കറിയാം. കാരണം ഉത്ബയുടെ മകൻ അപ്പുറത്താണ്, മുഹമ്മദിൻ്റെ ചേരിയിൽ. അബൂ ഹുദൈഫ, ഉത്ബയുടെ മകനായ അബൂ ഹുദൈഫ നേരത്തെ ഇസ്ലാം മതം സ്വീകരിക്കുകയും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഹിജ്റ പോവുകയും ചെയ്ത ഒരു പ്രധാന സഹാബിയായിരുന്നു. സ്വന്തം മകനെ കൊല്ലേണ്ടി വരും, അല്ലെങ്കിൽ സ്വന്തം മകനാൽ കൊല്ലപ്പെടേണ്ടി വരും, അതറിയുമ്പോഴാണ് ഉത്ബയുടെ ഉള്ളു വിറക്കുന്നത് എന്ന് പറഞ്ഞു അബൂജഹൽ. തൽക്കാലം ആ ചർച്ച അവിടെ വഴിമുട്ടി നിന്നു. എന്തൊക്കെ പറഞ്ഞാലും അബൂജഹൽ പറഞ്ഞാലല്ലാതെ മക്കയിലെ നേതാക്കന്മാരിൽ ഉത്ബ പോലും ഒന്നിനും തയ്യാറാവുകയില്ല. അത്രമാത്രം വലിയ സ്വാധീനമുള്ള ഒരാളായിരുന്നു അംർ ബിൻ ഹിഷാം എന്ന അബൂജഹൽ. പിറ്റേന്ന് പുലർന്നു. ചരിത്ര പ്രസിദ്ധമായ റമളാൻ 17, ബദർ യുദ്ധം നടന്ന ദിവസം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സേനയും യുദ്ധ സജ്ജരായി അണിനിരന്നു. യുദ്ധത്തിന് അണിനിരന്നു കഴിഞ്ഞപ്പോൾ യുദ്ധത്തിൻ്റെ ചീഫ് കമാൻഡർ കൂടിയായ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്ന് അവരുടെ അണിയും വരിയും ശരിയാക്കുകയായിരുന്നു. ഇടയ്ക്ക് ഒരാൾ തള്ളി നിൽക്കുന്നത് നബിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. നബി അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് വന്നു. സവാദ് ബിൻ ഉസയ്യ. നബി കയ്യിലുണ്ടായിരുന്ന ഒരു അമ്പ് കൊണ്ട് മെല്ലെ ഒരടി കൊടുത്തു. സവാദ്, ശരിക്ക് നിൽക്കൂ, നബി പറഞ്ഞു. അവിടെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് തൻ്റെ വയറ് തടവിക്കൊണ്ട് സവാദ് വന്നു. സവാദ് പറഞ്ഞു, നബിയെ, നിങ്ങൾ എന്നെ അടിച്ചു, എനിക്ക് ശരിക്കും വേദനയായി നബിയെ. അപ്പം നബി പറഞ്ഞു, സാരമില്ല. അപ്പം സവാദ് പറഞ്ഞു, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, എനിക്ക് വേദനിച്ചു, അതുകൊണ്ട് എനിക്ക് ഖിസാസ് ചെയ്യണം, എനിക്ക് താങ്കളെയും അടിക്കണം, അല്ലാതെ ഞാൻ വിടുന്ന പ്രശ്നമില്ല. എല്ലാവർക്കും വിഷമമായി. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്നാൽ അങ്ങനെയാവട്ടെ. സവാദ് പറഞ്ഞു, അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞാൽ പോരാ, എൻ്റെ ശരീരത്തിൽ വസ്ത്രമില്ലായിരുന്നു, വസ്ത്രമില്ലാത്ത എൻ്റെ നഗ്നമായ വയറിലാണ് അങ്ങ് തട്ടിയത്, അതുകൊണ്ട് അങ്ങയുടെയും തിരുശരീരത്തിലെ വസ്ത്രം മാറ്റണം, എന്നാലേ ഞാൻ പ്രതിക്രിയ ചെയ്യൂ, അടിക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ വസ്ത്രം മാറ്റിക്കൊടുത്തു. അപ്പോൾ ഒരു ഈച്ച, ഒരു തേനീച്ച നിറഞ്ഞു നിൽക്കുന്ന മധുവിലേക്കെന്ന പോലെ, പൂവിലേക്കെന്ന പോലെ സവാദ് ബിൻ ഉസയ്യ ഓടിയെടുത്തു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ശരീരം ഒരുപാട് പ്രാവശ്യം ചുംബിച്ചു. സവാദ്, എന്താണ് നീ ചെയ്യുന്നത്? ഇത്തരമൊരു സന്ദർഭത്തിൽ സവാദ് ബിൻ ഉസയ്യ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, അങ്ങയുടെ ശരീരം ആരുടെ ശരീരത്തിലാണോ നഗ്നമായി മറയില്ലാതെ സ്പർശിച്ചത്, ആ ശരീരം പിന്നെ അള്ളാഹു നരകത്തിലിടുകയില്ല. അതുകൊണ്ട് എനിക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ കാണിച്ച ഒരു വിദ്യയായിരുന്നു, സൂത്രമായിരുന്നു ഇതെല്ലാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി
വബറകാതുഹു.